ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് അതേപോലെ തന്നെ ഡി.എൽ.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായി ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്ക് മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഈ രണ്ട് കോഴ്സുകൾ ഓൾറെഡി കഴിഞ്ഞ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നിലവിൽ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ബി.എഡ് അതേപോലെ തന്നെ ഡി.എൽ.എഡ് കോഴ്സിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും പല ഭാഗത്തു നിന്നും ചോദിച്ച പ്രധാനപ്പെട്ട 2-3 സംശയങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക്, അതായത് ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. ഇനി അങ്ങോട്ട് അതായത് പ്രധാനമായിട്ടുമുള്ള പ്രധാനപ്പെട്ട ആശങ്ക നിലവിൽ +2 ശേഷം നിലവിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ ഇത്തരത്തിലെ വിദ്യാർത്ഥികൾ ഇനി ബി.എഡ് ചെയ്യുമ്പോൾ വീണ്ടും 4 വർഷത്തെ ബി.എഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി അതേപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഓൾറെഡി ഡി.എൽ.എഡ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നിലവിൽ ഈ വർഷം ഡി.എൽ.എഡ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഡി.എൽ.എഡ് എന്നുള്ള ഈ ഒരു കോഴ്സ് നിർത്തലാക്കി കഴിഞ്ഞാൽ അവർ ഇനി ബി.എഡ് കോഴ്സ് വീണ്ടും 4 വർഷത്തെ ബി.എഡ് കോഴ്സ് ചെയ്യണമോ? ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഈ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നേരത്തെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടത് ഈ പറയുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു തീരുമാനമല്ല. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് 2030 നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അതായത് LP മുതൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അതായത് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ ടീച്ചിങ് മാത്രമല്ല, അതായത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പഠന സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് മാറ്റങ്ങൾ വരികയാണ്. അത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒരു കുടകീഴിലാക്കുകയാണ്. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ രീതിയിൽ വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നേരത്തെ തന്നെ പറഞ്ഞ ഒരു മാറ്റം തന്നെയാണ്, അതായത് ഈ ടീച്ചിങ് മേഖലയിലെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് എന്ന് വെച്ചാൽ 4 വർഷത്തെ ബി.എഡ് ആണ്. അതായത് +2 ശേഷമുള്ള 4 വർഷത്തെ കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് ബി.എഡ്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, അതായത് നേരത്തെ തീരുമാനിച്ച പ്രകാരം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇത് തുടക്കം കുറിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ ഓരോ സ്റ്റേറ്റിനും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നിലവിൽ നമുക്ക് കോളേജിൻ്റെ ആ ഒരു സംവിധാനം വളരെ ഒരു പ്രയാസകരമായ കാര്യമാണ്. കാരണം ഈ 4 വർഷത്തെ കോഴ്സ് പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോളേജ് സംവിധാനം, ഫെസിലിറ്റീസ് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഫെസിലിറ്റീസൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അടുത്ത വർഷം നിർബന്ധമായിട്ടും ഈ കോഴ്സ് 4 വർഷത്തിൽ തുടങ്ങണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 വർഷത്തെ ബി.എഡ് വരുമ്പോൾ നിലവിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അത്തരത്തിലെ വിദ്യാർത്ഥികൾ വീണ്ടും 4 വർഷത്തെ ബി.എഡ് കോഴ്സ് ചെയ്യേണ്ട ആവശ്യം വരുമോ എന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്കയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ ഡിഗ്രി അതേപോലെ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും 4 വർഷത്തെ ബി.എഡ് പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ബി.എഡ് ചെയ്യുവാനുള്ള കൃത്യമായിട്ടുള്ള അവസരം വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത്, അടുത്ത വർഷം 2025 ഈ ബാച്ചിൽ 2025 കേരളത്തിലെ എല്ലാ സ്റ്റേറ്റുകളും ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നിർബന്ധമായും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു കോഴ്സ് 2029 ഫസ്റ്റ് ബാച്ച് ഔട്ടാവും. അപ്പോൾ ഈ 2029, അതായത് കൃത്യമായിട്ട് ടൈം തന്നിട്ടുണ്ട്, 2030 ഈ പറയുന്ന കോഴ്സ് നിർബന്ധമായിട്ട് വരിക. അപ്പോൾ ഈ പറയുന്ന നിലവിൽ ഡിഗ്രി അതായത് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന 3-4 വർഷത്തിനുള്ളിൽ, അതായത് പരമാവധി അടുത്ത ഈ അക്കാഡമിക് ഇയറിലും അതേപോലെ തന്നെ അടുത്ത അക്കാഡമിക് ഇയറിനുള്ളിലും വിദ്യാർത്ഥികൾ പരമാവധി, ഇനിയിപ്പോൾ നിലവിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഈ പറഞ്ഞ പരമാവധി 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ഈ പറയുന്ന പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ നിലവിലെ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ ബി.എഡ് കോഴ്സ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് നിലവിൽ ഡിഗ്രി PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ 4 വർഷത്തെ ബി.എഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ, അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2029 ആദ്യ ബാച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കില്ല. അതുകൊണ്ട് അതിനുള്ളിൽ എല്ലാ വിദ്യാർത്ഥികളും ബി.എഡ് കോഴ്സ് ചെയ്യുക. ഇനി ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നിലവിൽ അഡ്മിഷൻ തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കൃത്യമായിട്ട് കേരള PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള ബി.എഡ് കോഴ്സ് പുറമേയുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഈ അക്കാഡമിക്കിൽ തന്നെ നിങ്ങൾക്ക് ലേറ്റ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഫൈനോടുകൂടി ചെയ്യുവാനുള്ള അവസരം കൂടിയുണ്ട്. അത്തരത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ തന്നെ കരിയർ വേണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹെൽപ്പിനായിട്ട് താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത
നമ്മുടെ കരിയർ വേൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശങ്കയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. നിലവിൽ ഇത്തരത്തിൽ ഡിഗ്രി PG പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാരണവശാൽ നിങ്ങൾ 2 വർഷത്തെ കോഴ്സ് ചെയ്യുവാനുള്ള സമയം നിങ്ങൾ മുമ്പിലുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇനി 2029 ശേഷം അല്ലെങ്കിൽ 2030 നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് പൂർണ്ണമായിട്ടും എടുത്ത് കളയും. അതുകൊണ്ട് ഇതിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ കോഴ്സ് തന്നെ തുടരുവാൻ ഓപ്ഷനുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ ഈ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് തികച്ചും എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും നമ്മുടെ അതായത് ഓരോ യൂണിവേഴ്സിറ്റിയിലും കീഴിലുള്ള കോളേജസിലും വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. കാരണം 4 വർഷത്തെ ഈ ഒരു BEd സ്വാഭാവികമായിട്ട് നമ്മുടെ സെൽഫ് ഫിനാൻസ് കോളേജിൽ വരികയാണെങ്കിൽ നിലവിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് BEd കൂടി എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി അതോടൊപ്പം തന്നെ നിലവിലുള്ള BEd കോഴ്സുകളും അതേപോലെ തന്നെ TTC DLED കോളേജുകളും ഈ രീതിയിൽ BEd കോഴ്സ് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ സ്വാഭാവികമായും 4 വർഷത്തെ കോഴ്സ് എന്ന രീതിയിൽ അവിടെയും ഒരുപാട് പ്രയാസങ്ങൾ നേരിടും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഒന്നുകൂടി പഠിച്ച് അത് പരിഹരിച്ചതിന് ശേഷമാണ് അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പറയുന്ന 4 വർഷത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും പരമാവധി നമ്മുടെ ചാനൽ വിദ്യാർത്ഥികളെ കൃത്യമായിട്ടൊരു വിശകലനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ ആശങ്കയാണ് DLED കോഴ്സുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അതായത് കഴിഞ്ഞ അക്കാഡമിക്കിലും ഈ അക്കാഡമിക് ഇയറിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, DLED എന്ന കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പരമാവധി ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് BEd തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ DLED കോഴ്സ് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വർഷം ഒരുപാട് വിദ്യാർത്ഥികൾ DLED കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. കാരണം ഒറ്റയടിക്ക് അടുത്ത അക്കാഡമിക് ഇയറിൽ DLED എന്നുള്ള കോഴ്സ് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ആശങ്കയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? വിദ്യാർത്ഥികൾ ഈ DLED പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ വീണ്ടും ഇൻ്റഗ്രേറ്റഡ് BEd ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം നമ്മളോട് പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 ഈ DLED കോഴ്സ് നിർത്തിക്കഴിഞ്ഞാൽ 2024-25 അതായത് 2024-26 അക്കാഡമിക് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ലാസ്റ്റ് ബാച്ചോടുകൂടെ അതുവരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന LP അതേപോലെ തന്നെ UP നിലവിൽ BEdകാർ കൂടി UPയിൽ പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിലവിലത്തെ കേരള PSCയുടെ നിയമപ്രകാരം LPയിലും UPയിലും വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ UPയും ഡിഗ്രി ഇല്ലെങ്കിൽ LP ഈ രീതിയിലാണ് അപ്പോൾ ഈ DLEdകാർക്ക് പഠിപ്പിക്കുവാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2029 ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പുറത്തിറങ്ങുന്നതോടുകൂടെ 2030 കൃത്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 2030 ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ LPയിലാണെങ്കിലും UPയിലാണെങ്കിലും ഹൈസ്കൂളിലാണെങ്കിലും പൂർണ്ണമായിട്ടും BEd എന്നുള്ള കോഴ്സ് നിർബന്ധമാക്കുകയാണ്. അതായത് പ്രീ പ്രൈമറി അതേപോലെ പ്രൈമറി LP നമ്മൾ വിളിക്കുന്ന LP ലെവൽ അതേപോലെ തന്നെ UP ഈ പറയുന്ന LPയിലും UPയിലും BEdകാർ നിർബന്ധമായിരിക്കും. കാരണം ഇൻ്റഗ്രേറ്റഡ് BEdൽ കൃത്യമായിട്ട് 4 കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതായത് പ്രീ പ്രൈമറി അതേപോലെ പ്രൈമറി അതേപോലെ സെക്കൻഡറി അതേപോലെ മിഡിൽ ലെവൽ ഈ രീതിയിൽ കൃത്യമായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ വിളിക്കുന്ന LPയിലും അതേപോലെ UPയിലും അതേപോലെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഈ രീതിയിൽ 4 കാറ്റഗറി ആയിട്ട് BEd 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LPയിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് BEd LP ലെവലാണ് ചെയ്യേണ്ടത്. ഇനി UPയിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ലെവൽ UP ലെവലാണ്. ഇനി അതായത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഫൗണ്ടേഷൻ അതേപോലെ തന്നെ മിഡിൽ ലെവൽ അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു 4 കാറ്റഗറിയാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും BEd തന്നെ ടീച്ചിങ് മേഖലയിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇപ്പം നിലവിൽ കഴിഞ്ഞ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം 2030 കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2030 നിലവിൽ DLEd കോഴ്സ് കഴിഞ്ഞ് സർവീസിൽ കയറാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സർവീസിൽ കയറുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നം വരില്ല. കാരണം നോർമലായിട്ട് ഇത്തരം നിശ്ചിത സമയം തരും. അതിനുള്ളിൽ സർവീസിലോട്ട് കയറുന്ന ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു പ്രശ്നം വരില്ല. പക്ഷേ 2030 ശേഷം നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2030 ശേഷം ഈ ഒരു ടീച്ചിങ് മേഖലയിലോട്ട് സർവീസിൽ വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം DLEdന് പകരം BEd എന്നുള്ള കോഴ്സ് തന്നെ നിർബന്ധമായിട്ട് വരും. ഇനി BEd എന്നുള്ളത് 2 വർഷമായാലും 4 വർഷമായാലും അതെവിടെയും പ്രശ്നം പറയുന്നില്ല. കാരണം BEd കോഴ്സ് നിലവിൽ 2 വർഷവും അത് 4 വർഷമാണെങ്കിലും അതിൽ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ DLEdകാർക്ക് ഈ പറയുന്ന 30 ശേഷം DLEdകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആശങ്ക നിങ്ങൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഇപ്പോൾ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സർവീസിൽ അടുത്ത PSC വിളിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് പരിശ്രമിച്ച് സർവീസിൽ കയറിയാൽ യാതൊരു പ്രശ്നമില്ല. ഇനി എയ്ഡ് മേഖലയിൽ കയറുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അത്തരത്തിൽ എയ്ഡ് മേഖലയിലും സർവീസിനുള്ളിൽ ഈ പറയുന്ന സമയത്തിനുള്ളിൽ കയറിയാൽ യാതൊരു പ്രശ്നമില്ല.
പ്രശ്നമുണ്ടാവില്ല. ഇനി 2030 ശേഷം എന്തായാലും വിദ്യാഭ്യാസ മേഖല ഭാഗത്തു നിന്ന് ഈ ഒരു കാര്യം സ്ട്രിക്റ്റ് ആകുന്നതോടുകൂടി ഇത് ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ ഒരു നമുക്ക് കൃത്യമായിട്ടുള്ള, അതായത് ഇല്ലാതാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. അതുകൊണ്ട് നിലവിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ PG കഴിഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ DLED ഉണ്ടെങ്കിലും നിങ്ങൾക്കും B.Ed ചെയ്യൽ ബെറ്ററാണ്. കാരണം B.Ed ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും നിങ്ങൾക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഏഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിലവിൽ ഈ 2 ആശയങ്ങളും കൃത്യമായിട്ട് വിശകലനം ചെയ്തത് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സുകളും പരമാവധി നമ്മുടെ ചാനൽ തന്നെ ഓരോന്നും വിശകലനം ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് B.Ed 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.Edമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ, അതിൻ്റെ എൻട്രൻസ് എക്സാം എങ്ങനെയായിരിക്കും, അതിൻ്റെ അഡ്മിഷൻ സമയം, അതിൻ്റെ പ്രൊസീജിയർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡീറ്റെയിൽ വീഡിയോ തൊട്ടടുത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാ വീഡിയോകളും കൃത്യമായിട്ട് നിങ്ങൾ കാണാനും വേണ്ടിയും അതിന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കാനും വേണ്ടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.